പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻ്റ് അഥവാ കമ്പാർട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഇമെയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത്. അപ്പോൾ ഇമെയിൽ നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. അത് നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തെ ആ ഫോർമാറ്റിനുള്ളിലേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഫോർമാറ്റാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് 6 മാർക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കുക. ആ ഫോർമാറ്റ് ഞാനിവിടെ കാണിക്കാം. നിങ്ങളെല്ലാവരും ഈ ഫോർമാറ്റ് എഴുതിയെടുത്ത് കാണാതെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന നമ്മൾ ഇവിടെ ഒരു വിട്ട ഭാഗമായിട്ട് നമ്മൾ സ്പേസിൽ, അതായത് ഇവിടെ ഒഴിവാക്കി വെക്കപ്പെട്ട ഈ സ്പേസിൽ നമ്മൾ ചോദ്യത്തിൽ എന്താണോ മാറ്റർ, ആ മാറ്റർ ഇതിനെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാണിക്കാം. നോക്കൂ, ഇവിടെ നമുക്ക് ഇമെയിലിൻ്റെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. ഈ മാതൃകയിൽ നമ്മളിവിടെ മൊത്തം ഒരു കോളത്തിലാണ്, ഒരു ബോക്സിനുള്ളിലാണ് ഇമെയിൽ തയ്യാറാക്കേണ്ടത്. അതിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നത് ആ ചോദ്യത്തിൽ പറയും ആരിലേക്കാണ് എന്നുള്ളത്. പിന്നെ CC എന്ന് പറഞ്ഞൊരു ഭാഗം, അത് നമ്മളൊരു ചെറിയ ബോക്സിലാണ്. അതുപോലെ BCC, പിന്നെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡിയർ സർ, ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻഫോം യു ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ആ മാറ്റർ എന്താണെന്നുള്ളത് നമ്മളവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളത് ചോദ്യത്തിൽ പറയുന്നത് കൃത്യമായിട്ട് പൂരിപ്പിക്കുക. ദെൻ അതിന് താഴെ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു, താങ്ക് യു. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് കാണാതെ പഠിക്കുക. ഇത് മുഴുവനായിട്ടും കാണാതെ പഠിക്കുക. ഒന്ന് വരച്ച് എഴുതി കാണാതെ പഠിക്കുക പറഞ്ഞാൽ ഇത് നമ്മൾ കാണാതെ പറഞ്ഞു പഠിക്കുകയല്ല, ഇത് ചെയ്ത് പഠിക്കണം, എഴുതി പഠിക്കണം. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഈ ബോക്സ് നിർബന്ധമാണ്. അതായത് ഇമെയിൽ എപ്പോഴും നമ്മളൊരു ബോക്സിനുള്ളിലാണ് ചെയ്യേണ്ടത്. പറഞ്ഞ പോലെ 2 CC BCC സബ്ജക്റ്റ് ഡിയർ സർ, അത് ഓർഡറിലായിട്ട് താഴേക്ക് എഴുതുക. അതിന് ശേഷം അതിന് ഡിയർ സർ കൊടുത്തിട്ട് എന്താണ് നമ്മുടെ ഒരു മാറ്റർ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പൂരിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഒരു താങ്ക് യു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. അപ്പോൾ 6 മാർക്ക് നമുക്ക് ഇങ്ങനെയാണ് കയ്യിലാക്കാൻ പറ്റുക. ഇത്തരത്തിൽ എളുപ്പത്തിൽ മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് പാസ്സാകും. അപ്പോൾ എല്ലാ മക്കൾക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. ഇനി നമുക്ക് പുതിയ ഒരു ടോപ്പിക്ക് പുതിയ വീഡിയോയിൽ കൊണ്ടുവരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.